ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ 8 വിശുദ്ധ ജൂലിയാന. ബെൽജിയത്തിലെ ലീജിയയിൽ ജനിച്ച ജൂലിയാനയ്ക്ക് 5 വയസ്സുള്ളപ്പോൾ അച്ഛനെയും അമ്മയെയും നഷ്ടമായി. അടുത്തുള്ളൊരു കോൺവെന്റിലാണ് ജൂലിയാനയും സഹോദരി ആഗ്നസും പിന്നീട് ജീവിച്ചത്. കോൺവെന്റിലെ ജീവിതം യേശുവുമായി അവളെ കൂടുതൽ അടുപ്പിച്ചു. കന്യകാമറിയത്തോടുള്ള സ്നേഹമായിരുന്നു അവളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. യേശുവിന്റെ തിരുവത്താഴ രഹസ്യങ്ങളെ ധ്യാനിക്കുവാനും അവളെ ഏറെ ഇഷ്ടപ്പെട്ടു. എപ്പോഴും പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണ് അവൾ ജീവിച്ചത്. സ്വന്തം ശരീരവും രക്തവും മറ്റുള്ളവർക്ക് വേണ്ടി ഭാഗിച്ചു നൽകി യേശുവിനെ പോലെ ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു. കന്യാസ്ത്രീ മഠത്തിനോട് ചേർന്നുള്ള ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിച്ചാണ് കൂടുതൽ സമയവും ജൂലിയാന ചെലവിട്ടത്. 13-ാം വയസ്സിൽ ജൂലിയാന സന്യാസിനിയായി മാറി. ജൂലിയാനയ്ക്ക് 16 വയസ്സുള്ളപ്പോൾ അസാധാരണമായൊരു സ്വപ്നം അവൾ കണ്ടു. തൂങ്ങിയാടുന്ന ഒരു ചന്ദ്രനെയാണ് അവൾ സ്വപ്നത്തിൽ കണ്ടത്. ഒരു വലിയ കറുത്ത പാട് ചന്ദ്രനിൽ കാണാമായിരുന്നു. വെറുമൊരു സ്വപ്നം മാത്രമായി കരുതി അവൾ അത് തള്ളിക്കളഞ്ഞെങ്കിലും ഇതേ സ്വപ്നം പിന്നീട് ആവർത്തിച്ച് കാണുക പതിവായി. ഈ സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനായി ജൂലിയാന പലരോടും ചോദിച്ചു. എന്നാൽ ആർക്കും അതിനെപ്പറ്റി വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ യേശുക്രിസ്തു ദിവസം അവൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. തന്റെ പീഡാനുഭവത്തിന്റെ സ്മരണയ്ക്കായി ഒരു ദിവസം ആചരിക്കണമെന്നായിരുന്നു ഈശോ അവളോട് പറഞ്ഞത്. ചന്ദ്രൻ തിരുസഭയുടെ പ്രതീകമാണെന്നും ചന്ദ്രനിലെ കറുത്ത പാട് യേശുവിന്റെ തിരുശരീര രക്തത്തിന്റെ ആചരണമില്ലാതിരുന്നതിനാലാണെന്നും ഈശോ പറഞ്ഞു. പെസഹ വ്യാഴാഴ്ചകളിൽ മാത്രമായിരുന്നു തിരുവത്താഴ രഹസ്യം അതുവരെ ആചരിച്ചിരുന്നത്. യേശു സ്വപ്നത്തിൽ അവളോട് സംസാരിച്ചുവെങ്കിലും താൻ കണ്ടത് വെറും ഒരു രാത്രി സ്വപ്നം മാത്രമാണെന്ന് കരുതി അവൾ അതാരോടും പറഞ്ഞില്ല. യേശുവിന്റെ ആഗ്രഹപ്രകാരം തിരുശരീരത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ട നടപടികളും എടുത്തില്ല. അങ്ങനെ നാളുകൾ കടന്നുപോയി. 1230 ജൂലിയാന തന്റെ സന്യാസ മഠത്തിന്റെ അധികാരിയായി. അന്ന് രാത്രി ജൂലിയാന വീണ്ടും ചന്ദ്രന്റെ സ്വപ്നം കണ്ടു. പിറ്റേന്ന് തന്റെ സ്വപ്നത്തെപ്പറ്റിയും യേശുവിന്റെ ദർശനത്തെപ്പറ്റിയും അവൾ മതപണ്ഡിതയോട് സംസാരിച്ചു. എല്ലാവരും ക്രിസ്തുവിന്റെ തിരുശരീര രക്തത്തിന്റെ പെരുന്നാൾ ആചരിക്കുന്നതിനോട് യോജിച്ചു. എന്നാൽ ജൂലിയാന്റെ നിർദ്ദേശത്തോട് മഠത്തിന്റെ തലവനായ റോജർ എന്ന പുരോഹിതൻ യോജിച്ചില്ല. വെറുമൊരു ദിവസസ്വപ്നക്കാരിയാണ് ജൂലിയാന എന്ന് കളിയാക്കിയ ഈ പുരോഹിതൻ തിരുശരീരത്തിന്റെ ഓർമ്മയാചരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പരത്തുവാനും ശ്രമിച്ചു. തനിക്കെതിരെ വിശ്വാസികളെ ഇളക്കി വിടുവാനുള്ള തീരുമാനം മനസ്സിലാക്കിയ ജൂലിയാന ഇതിൽ മനം നൊന്ത് മറ്റൊരു ദേശത്തേക്ക് പോയി. പിന്നീട് ലിജിയിലെ ബിഷപ്പിന്റെ സഹായത്തോടെ അവൾ വീണ്ടും തിരികെ എത്തുകയും തന്റെ പഴയ ശ്രമങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു. ഒട്ടേറെ ശ്രമങ്ങൾക്ക് ശേഷം ലോകം മുഴുവൻ തിരുവാത്താഴത്തിന്റെ രഹസ്യം ആചരിക്കാൻ തീരുമാനമായി. 1258 വിശുദ്ധ ജൂലിയാന മരിച്ചു. ഇന്നേ ദിവസം നമുക്ക് തിരുവത്താഴത്തിന്റെ രഹസ്യം ധ്യാനിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.